ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് മഹാശനിമാറ്റത്തെ പറ്റിയാണ്. ശനിമാറ്റം നടക്കുന്നത് 2025 മാർച്ച് മാസം 29-നാണ്. അതായത് ഒരു 8 മാസക്കാലം കൂടെ മുന്നോട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും നേരത്തെ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ശനി ദോഷത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന രാശിക്കാരുണ്ട്. 7ര ശനിയുടെ ദോഷം, കണ്ടകശനി, അർദ്ധാഷ്ടമശനി, അഷ്ടമശനി ദോഷത്തിൽ കൂടെ കടന്നു പോകുന്ന രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ അത്രമേൽ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരാണ്. അവരെ സംബന്ധിച്ച് പലർക്കും ജീവിതം തന്നെ മടുത്തു എന്നുള്ളൊരവസ്ഥയിൽ ഒരുപാട് പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ഇനി നമുക്കൊരു നല്ല കാലമില്ല, അല്ലെങ്കിൽ നല്ലൊരു ജീവിതമില്ല എന്നൊക്കെ മനസ്സിൽ വിശ്വസിച്ച് പോയവരും ധാരാളമാണ്. അങ്ങനെയുള്ള നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ താൽക്കാലികമാണ്, നിരന്തരമല്ല. 2025 മാർച്ച് മാസത്തോടു കൂടി ഒരു 8 മാസം കഴിയുമ്പോൾ ഇപ്പോൾ ഈ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറും എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനും നിങ്ങൾക്കും ഒരു നല്ല കാലം, നല്ല ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കി മനസ്സിനൊരു ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് തന്നെ. ശനി പ്രപഞ്ചത്തിൻ്റെ ആയുസ്സിനെ കുറിക്കുന്ന ആയുൾകാരകനായ ഗ്രഹവും കർമ്മകാരകനുമായ ഗ്രഹവുമാണ്. അതുപോലെ ഏറ്റവും വലിയ പാപഗ്രഹവുമാണ് ശനി. ആ ശനി പാപത്വം നൽകുന്ന രീതിയിൽ രാശികളിൽ സഞ്ചരിക്കുന്ന സമയം ആ രാശിയിലുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ സംബന്ധിച്ച് വളരെ വളരെ ദുഃഖ ദുരിതങ്ങൾ നിറഞ്ഞ സമയമായിരിക്കും. സ്വന്തം ജനന ജാതകത്തിൽ നല്ല ഒരു ബലവാനായ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് മാത്രമേ ഈ ശനിദോഷത്തിൽ നിന്ന് രക്ഷ നേടുവാൻ സാധിക്കുകയുള്ളൂ. ആ ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയുകയുള്ളൂ. ഒരു 5 രാശിക്കാരെ സംബന്ധിച്ച് 2025 മാർച്ച് മാസം 29-ന് ശനിമാറ്റം സംഭവിക്കുമ്പോൾ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് വിട്ടുമാറി ഇത്രയും നാൾ നിങ്ങൾക്ക് ദോഷങ്ങൾ, കഷ്ടതകൾ നൽകിയ ശനി തന്നെ രാജയോഗതുല്യമായ നല്ല ഫലങ്ങൾ നൽകുന്ന സമയമാണ് മുന്നോട്ട് വരാനിരിക്കുന്നത്. ഇപ്പോൾ കുംഭത്തിൽ സഞ്ചരിക്കുന്ന ശനി കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക്, വ്യാഴത്തിൻ്റെ രാശിയിലേക്ക് രാശി മാറുന്ന സമയമാണ് 2025 മാർച്ച് 29. വ്യാഴം പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭഗ്രഹമാണ്. അതായത് നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു ഈശ്വരാനുഗ്രഹം, നന്മ, ഗുണഫലമാണ് ശനി എന്ന് പറയുന്ന പാപഗ്രഹം മീനം രാശിയിലേക്ക് രാശി മാറുമ്പോൾ ലഭിക്കുന്നത്. എത്രമേൽ പാപനായ ശനിയാണെങ്കിലും ആ മീനം രാശി വ്യാഴത്തിൻ്റെ രാശിയിലേക്ക് വരുമ്പോൾ അത് 12 രാശികളിൽപ്പെട്ട നക്ഷത്രജാതകർക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റങ്ങൾ അനുഭവപ്പെടും. അതിൽ 5 രാശിക്കാരെ സംബന്ധിച്ച് അത്യുത്തമമായ രാജയോഗ ഫലങ്ങളാണ് ലഭിക്കുന്നത്. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ആ ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കാം. ഇടവം രാശിക്കാരായ കാർത്തിക, മകയിരം, രോഹിണി നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടകശനി നടക്കുന്ന സമയമാണ്. പൊതുവെ ജൂൺ 29 മുതൽ നവംബർ 15 വരെ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് പൊതുവെ ആ ശനി ദോഷങ്ങൾക്കൊക്കെ ഒരു നല്ല മാറ്റം ലഭിക്കുന്ന സമയമാണ്. ഇവിടെ പറയുന്നത് ശനിയുടെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു രാശിമാറ്റം സംഭവിക്കുമ്പോൾ ഇനി വരുന്ന 2025 മാർച്ച് മാസം മുതലുള്ള 2.5 വർഷക്കാലത്തെ ഫലങ്ങളാണ്. പൊതുവെ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു കണ്ടകശനി വളരെയധികം ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു നല്ല മാറ്റം, നല്ല ഗുണഫലങ്ങളാണ് ഇടവം രാശിയിൽപ്പെട്ട നക്ഷത്ര ജാതകർക്ക് 2025 മാർച്ച് മാസം മുതൽ അനുഭവത്തിൽ വരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്ന് തന്നെ പറയാം. അതായത് നിങ്ങൾക്ക് ഇത്രയും നാൾ ലഭിക്കാതിരുന്ന ഒരു ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ വന്നു ചേരും. അതുപോലെ അവരവരുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും, പ്രതിസന്ധികളും, ബുദ്ധിമുട്ടുകളും ഒക്കെ വിട്ടുമാറുന്ന സമയം, അവരവർക്ക് ചെയ്യുന്ന ജോലിയിൽ, നിങ്ങളുടെ കർമ്മത്തിലൊക്കെ നല്ലൊരു ഉയർച്ച, വരുമാനം, ധനം ഒക്കെ വന്നു ചേരുന്ന സമയം, നിങ്ങളുടെ കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ ഒരുപാട് നന്മകൾ, ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം. അങ്ങനെ ശനി നിങ്ങളെ സംബന്ധിച്ച് 11ാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. സർവാഭീഷ്ടമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയം. നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് നല്ലൊരു ജോലി ലഭിക്കും. സ്വന്തമായൊരു ബിസിനസ്, തൊഴിലൊക്കെ നടത്തുന്നവർക്ക് അതിലേക്ക് ഒരുപാട് ധനവരവ്, ലാഭം, ഇത്രയും നാൾ നിങ്ങൾക്കില്ലാതിരുന്ന ഒരു ധനവരവ്, ലാഭം, ഒരു സമ്പാദ്യം നിങ്ങളിലേക്ക് വന്നു ചേരും. നല്ലതുപോലെ കർമ്മ മേഖല കൊണ്ട് ഉയർന്ന് നല്ലൊരു വരുമാനം, ജീവിതത്തിലൊരു നല്ലൊരു ഉയർച്ചയിലെത്തുന്ന സമയമാണ്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ വന്നു ചേരും.
ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറും. വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ട്, തടസ്സങ്ങളൊക്കെ മാറുക. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി ജീവിതത്തിലൊരു സന്തോഷം, സമാധാനം, സുഖം ഒക്കെ ലഭിക്കത്തക്ക തരത്തിലുള്ള നല്ല അനുഭവങ്ങളുണ്ടാകും. സ്വന്തമായി ഭൂമിയോഗം, ഗൃഹയോഗത്തിനൊക്കെ ഉള്ള കാലമാണ് 2025 മാർച്ച് മാസം മുതലുള്ള സമയം. ഇടവം രാശിയിൽപ്പെട്ട നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വളരെ വളരെ ഉത്തമമായിട്ടുള്ള ഫലങ്ങളാണ് ആ ഒരു ശനിയുടെ രാശി മാറ്റം നൽകുന്നത്. നിങ്ങൾ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകണം. നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഇപ്പോൾ നടക്കുന്നതും 2025 മുതൽ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന ദശയാണെങ്കിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശാകാലഘട്ടമാണെങ്കിലും ശുഭദശയാണോ പാപദശയാണോ എന്നൊക്കെ മനസ്സിലാക്കി സ്വന്തം ജനന ജാതകം കൂടെ ഒക്കെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ആ ശനി 11ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ലഭിക്കുന്ന ഗുണഫലങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്ക് അനുഭവത്തിൽ ലഭിക്കുകയും ചെയ്യും. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണം. പലരും യൂട്യൂബിലും മറ്റും കാണുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നതും അങ്ങനെയല്ല വേണ്ടത്. പൊതുവെ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശനി 11ാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലം, സമയം വളരെ വളരെ ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ, മാറ്റങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരും. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അഷ്ടമശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ 2.5 വർഷക്കാലത്തോളമായിട്ട് ഈ അഷ്ടമശനി കർക്കിടകം രാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നവംബർ 15 വരെ, ജൂൺ 29 മുതൽ നവംബർ 15 വരെ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് അഷ്ടമശനി ദോഷത്തിന് ഒരു നല്ല കുറവ് അനുഭവപ്പെട്ട സമയം കൂടെയാണ് ഇത്. ഇവിടെ പറയുന്ന മുന്നോട്ട് 2025 മുതൽ പൂർണ്ണമായിട്ടും ആ ശനിമാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങളാണ്. അഷ്ടമശനി കാലഘട്ടത്തിൽ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോയവരാണ്. പലരെയും സംബന്ധിച്ച് നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത പല നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളും ജീവിതത്തിൽ ലഭിച്ച സമയമാണ്. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പരാധീനതകൾ, അപകടങ്ങൾ, രോഗദുരിതങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ശരീരത്തിൽ കത്തിവെക്കേണ്ടതായ സർജറി പോലെയുള്ള കാര്യങ്ങളൊക്കെ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. വളരെ നല്ല നിലയിൽ ജീവിതത്തിൽ മുന്നോട്ട് വന്നിട്ട് പെട്ടെന്ന് പല ബുദ്ധിമുട്ടുകളിലേക്കുമൊക്കെ ആ ജീവിതം വഴുതിപ്പോയ അവസ്ഥയും ധാരാളം ആളുകൾക്ക് അനുഭവത്തിലുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള കടബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ, നമ്മൾക്കൊരു 10 രൂപ ലഭിച്ചാൽ 20 രൂപയുടെ ചിലവെന്ന് പറയുന്നത് പോലെ ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളാണ് കർക്കിടകം രാശിക്കാർക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളത്. വിവാഹ, ദാമ്പത്യ, കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, വേർപിരിവിൻ്റെ അവസ്ഥയിൽ വരെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമൊക്കെ പലർക്കും അനുഭവത്തിൽ വന്നു. ഒരു വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെയാണ് പല കർക്കിടകം രാശിക്കാർക്കും അനുഭവത്തിൽ വന്നിട്ടുള്ളത്. പൊതുവേ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്ന് തന്നെ പറയാം. അഷ്ടമശനി വളരെയധികം ബാധിച്ച രാശികളിലൊന്നാണ് കർക്കിടകം രാശിക്കാർ. നമ്മൾ വിശ്വസിച്ചിരുന്നവരിൽ നിന്ന് തന്നെ ചതിവൊക്കെ ലഭിച്ച ഒരു സമയം, നമ്മൾ കൊടുത്ത പണം നമ്മളുടെ ആവശ്യത്തിന് തിരികെ ലഭിക്കാത്ത ഒരനുഭവം, നമ്മളേറെ വിശ്വസിച്ച് വേണ്ടപ്പെട്ടവർ എന്ന് കരുതിയിരുന്നവർ പോലും കൈവിട്ട, അല്ലെങ്കിൽ നമുക്ക് അവരിൽ നിന്നൊക്കെ ഒരു ചതിവ്, വഞ്ചനയൊക്കെ ലഭിച്ച സമയവും, പലരെയും സംബന്ധിച്ച് ചെയ്യുന്ന ജോലിയിലും ബിസിനസ്സിലുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെയാണ് കർക്കിടകം രാശിക്കാർക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളത്. ഒരു ഭവന നിർമ്മാണത്തിന് ഇറങ്ങിത്തിരിച്ച് പകുതി വഴിയിൽ മുടങ്ങിപ്പോയ അവസ്ഥ, അങ്ങനെ എല്ലാ തരത്തിലും കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് പലർക്കും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ അഷ്ടമശനി നൽകിയിട്ടുള്ളത്. സ്വന്തം ജനന ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടന്നവർ മാത്രമാണ് ഈ അഷ്ടമശനി ദോഷത്തിൽ നിന്ന് അല്പമെങ്കിലും രക്ഷപ്പെട്ടിട്ടുള്ളത് എന്ന് പറയാം. പൊതുവെ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള കൈപ്പേറിയ അനുഭവങ്ങളും ഈ കർക്കിടകം രാശിയിൽപ്പെട്ട വ്യക്തികൾ കഴിഞ്ഞ 2.5 വർഷം കൊണ്ട് അനുഭവിച്ച് മുന്നോട്ട് വരുന്നു എന്ന് തന്നെ പറയാം. നിങ്ങളെ സംബന്ധിച്ച് ശനി 2025 മാർച്ച് 29 അഷ്ടമസ്ഥാനം വിട്ട് ഭാഗ്യസ്ഥാനത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. ഈ ഭാഗ്യസ്ഥാനം എന്ന് പറയുമ്പോൾ അത് 9ാം ഭാവം, അത് മീനം രാശിയായിട്ട് വ്യാഴത്തിൻ്റെ രാശിയുമായിട്ടും വരുന്നു. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് വ്യാഴം നിങ്ങൾക്ക് ഭാഗ്യാധിപതിയാണ്. 9ാം ഭാവത്തിൻ്റെ അധിപതിയാണ് വ്യാഴം. ആ വ്യാഴത്തിൻ്റെ രാശിയിൽ 9ാം ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപതിയുടെ രാശിയിലേക്ക് തന്നെ 9ാം ഭാവത്തിലേക്ക് ശനി സഞ്ചരിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, ഗുണഫലങ്ങളാണ് കാത്തിരിക്കുന്നത്. ഈ അഷ്ടമശനി കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും, കഷ്ടതകൾക്കും, ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമായി ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകുന്ന ഒരു 2.5 വർഷക്കാലമാണ് 2025 മാർച്ച് മാസം മുതൽ അനുഭവത്തിൽ വരുന്നത്.
വളരെയധികം ഈശ്വരാനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും, അത് രോഗദുരിതങ്ങളാണെങ്കിലും ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാണെങ്കിലും കടബാധ്യതകളാണെങ്കിലും, ഇതൊക്കെ നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും ഒരു നല്ലൊരു ഈശ്വരാനുഗ്രഹം വെളിച്ചം ലഭിക്കുന്ന സമയമാണ്. ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി ലഭിക്കുക, കർമ്മമേഖലയിലെ തടസ്സങ്ങൾ വിട്ടുമാറുക, രോഗദുരിതങ്ങളൊക്കെ വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം വന്നു ചേരുക, എത്ര വലിയ കടബാധ്യതകളുണ്ടെങ്കിലും അതൊക്കെ പരിഹരിക്കത്തക്ക തരത്തിലുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി, ധനം വന്നു ചേരുക, ഈശ്വരാനുഗ്രഹം ലഭിക്കുക, ഭാഗ്യം വന്നു ചേരുക എന്ന് തന്നെ പറയാം. വിവാഹ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന ബന്ധങ്ങളൊക്കെ പല കാര്യങ്ങൾ കൊണ്ടാകാം. അതൊക്കെ പറഞ്ഞ് പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ടൊരു ദാമ്പത്യ കുടുംബജീവിതം നയിക്കാൻ സാധിക്കുക. അതുപോലെ വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക, നിങ്ങൾക്ക് ലഭിക്കാനുള്ള പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം. അതുപോലെ പൂർവികപരമായിട്ട് ലഭിക്കേണ്ട എന്തെങ്കിലുമൊക്കെ സ്വത്ത് ഉണ്ടെങ്കിൽ അതൊക്കെ വന്നു ചേരും. നിങ്ങൾ ഒരുപാട് കാലങ്ങളായി കൊടുത്ത് ലഭിക്കാതിരുന്ന പണമാണെങ്കിൽ പോലും അത് നിങ്ങളെ തേടി വരുന്ന സമയം. പൊതുവെ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നേർ വിപരീതമായിട്ടുള്ള ഏറ്റവും നല്ല ഗുണഫലങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ താൽക്കാലികമാണ്. മുന്നോട്ട് വളരെ നല്ല സമയം, നല്ല കാലമാണ് കർക്കിടകം രാശിക്കാർക്ക്. ശനി ഭാഗ്യസ്ഥാനത്ത്, അതും വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിൽ നിങ്ങളുടെ ഭാഗ്യാധിപൻ്റെ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടബാധ്യതകൾ, രോഗങ്ങൾ, ദുരിതങ്ങൾ, ശത്രുതകൾ, കേസ് വഴക്കുകൾ, എതിർപ്പുകൾ എന്ന് വേണ്ട എല്ലാം വിട്ടുമാറും. ഇപ്പോൾ നിങ്ങളെ എതിർത്തിരുന്നവർ പോലും ആ എതിർപ്പുകളൊക്കെ വിട്ടുമാറുന്ന ഒരു സമയമാണ്. അത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും കുടുംബത്തിലും ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ അനാവശ്യ എതിർപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. അതുപോലെ തന്നെ ഏതെങ്കിലും കേസ് വഴക്കുകൾ, കോടതി വ്യവഹാരങ്ങളിലൊക്കെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന സമയവുമാണ് കർക്കിടകം രാശിക്കാർക്ക്. ഒന്നും ഓർത്തും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. മുന്നോട്ട് വളരെ വളരെ ഒരു നല്ല സമയം, കാലമാണ് കാത്തിരിക്കുന്നത്. കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ സമയം സ്വന്തം ജനനജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശാകാലം ഏതാണെന്ന് മനസ്സിലാക്കുക. 2025 മുതൽ ഇപ്പോൾ നടക്കുന്ന ദശ തന്നെയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പുതിയ ഒരു ഗ്രഹത്തിൻ്റെ ഒരു ദശാകാലഘട്ടമാണോ ആരംഭിക്കുന്നത്, അത് നിങ്ങൾക്ക് ശുഭനാണോ പാപനാണോ എന്നൊക്കെ മനസ്സിലാക്കണം. സ്വന്തം ജനന ജാതകം കൂടി ഈ സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും. കാരണം നിങ്ങൾക്കിനി വളരെ നല്ല കാലമാണ് മുന്നോട്ട് വരാനിരിക്കുന്നത്. ആ സമയം സ്വന്തം ജനന ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ പെട്ടെന്ന് നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങൾ വന്നു ചേരും. അതുപോലെ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് സ്വന്തമായി ബിസിനസ്, തൊഴിലൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നേട്ടങ്ങൾ വരുന്ന സമയമാണ് 2025 മാർച്ച് മാസം മുതലുള്ള സമയം. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് മുന്നോട്ട് ഒരു ശനിമാറ്റം എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം, നല്ല കാലമാണ് ഈ ഒരു ശനിമാറ്റം 2025 മാർച്ച് മാസം മുതൽ നിങ്ങൾക്ക് നൽകുന്നത്. ശനി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. ഒരു ജാതകത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ 6-ാം ഭാവം 3, 6, 11 ഉപജയസ്ഥാനമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ശനി നിൽക്കുന്നത് 5-ാം ഭാവത്തിൽ പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതി പൂർവ്വപുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം. ഇവിടെ നിന്ന് ശനി 6-ാം ഭാവത്തിലേക്ക് മാറും. 6-ാം ഭാവം എന്ന് പറയുന്നത് രണരോഗ ശത്രുസ്ഥാനം, ഉപജയസ്ഥാനമാണ്. ഈ സ്ഥാനത്തിലേക്ക് ശനി മാറുന്ന കാലം നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം, നല്ല കാലമാണെന്ന് നിസ്സംശയം പറയാം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമാകുന്ന എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വിട്ടുമാറും. അതായത് രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ മുക്തി ലഭിക്കുക. എത്ര വലിയ കടബാധ്യതകളാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധികളാണെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ തക്ക ഒരു സാമ്പത്തിക അഭിവൃദ്ധി, വരുമാനം ലഭിക്കുക. നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ശത്രുതകൾ, എതിർപ്പുകൾ, അത് അവരവർ ചെയ്യുന്ന ജോലിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും സ്വന്തം കുടുംബത്തിലോ കുടുംബാംഗങ്ങളുടെ ഇടയിൽ നിന്നാണെങ്കിൽ പോലും നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ എതിർപ്പുകളും ശത്രുതകളും ഒക്കെ വിട്ടുമാറുക. ഏതെങ്കിലും തരത്തിലുള്ള കേസ് വഴക്കുകൾ, പ്രത്യേകിച്ച് ഭൂമി സംബന്ധം ആയിട്ടുള്ള കേസ് വഴക്കുകളൊക്കെ നേരിടുന്നവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമാവുക. പൂർവികപരമായിട്ടുള്ള സ്വത്ത് വകകളൊക്കെ ലഭിക്കുക. ഇങ്ങനെ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ല കാലത്തിൻ്റെ ആരംഭമാണ് തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച്. അതുപോലെ തന്നെ
വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങളായി സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവർക്കാണെങ്കിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് സന്താന ഭാഗ്യം വന്നു ചേരുന്ന സമയം. കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും എതിർപ്പുകളും ഒക്കെ നിങ്ങളെ വിട്ടുമാറി കുടുംബ ദാമ്പത്യ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയം. വിവാഹ കാര്യങ്ങൾക്കൊക്കെ വളരെ മംഗളകരമായിട്ടുള്ള കാലം, മംഗളകരമായിട്ടുള്ള സമയമാണ്. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, ഗുണഫലങ്ങളാണ് തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെ സംബന്ധിച്ച് ഈ വരുന്ന ശനി മാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. ശനി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സുഖാനുഭവങ്ങൾ, നന്മകൾ കൂടെ നൽകുന്ന ഗ്രഹമാണ്. 6-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള എല്ലാ വിഷമങ്ങളും പ്രശ്നങ്ങളും നിങ്ങളെ വിട്ടുമാറി മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരു പൂർണ്ണ ആരോഗ്യം, സന്തോഷം വന്നു ചേരുന്ന ഒരു സമയവുമാണ്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സമയം. തുലാം രാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ കുട്ടികൾക്ക്, സന്താനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സമയം. നിങ്ങളുടെ കുട്ടികളുടെ മംഗല്യം, വിവാഹം നടക്കുന്ന കാലഘട്ടം. അവരവരുടെ സന്താനങ്ങളിൽ നിന്ന്, കുട്ടികളിൽ നിന്ന് ഒരുപാട് നന്മകൾ, ഗുണഫലങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ വരികയും അതുമൂലം നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു ആത്മസന്തോഷം, ഒരു സുഖം ഒക്കെ വന്നു ചേരുന്ന സമയത്തിൻ്റെ ആരംഭവുമാണ്. പ്രധാനമായും തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശനി എന്ന് പറയുന്ന ഗ്രഹം പൂർണ്ണ ശുഭനാണ്. പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതി, ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹമാണ്. സുഖസ്ഥാനത്തിൻ്റെ അധിപതിയാണ്. അങ്ങനെയുള്ള ഗ്രഹം 6-ാം ഭാവമായ രണരോഗ ശത്രുസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ അതൊരു ഉപജയസ്ഥാനമായതുകൊണ്ടും എല്ലാവിധ ദോഷങ്ങളെയും കഷ്ടതകളെയും ഒരാളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി കളയുന്ന ഭാവമായതുകൊണ്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ല കാലമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച്. ഈ ഒരു സമയം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും മാറ്റം അനുഭവപ്പെടും. അത് ചെയ്യുന്ന ജോലി, ബിസിനസ്, കർമ്മ മേഖലകളിൽ അനുഭവപ്പെടും. ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ സുഖാനുഭവങ്ങളുണ്ടാകും. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും. കടബാധ്യതകളിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റമുണ്ടാകും. രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ, ശരീരം പൂർണ്ണ ആരോഗ്യത്തിലെത്തുന്ന സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് കേസ് വഴക്കിൽ നിന്ന് മാറ്റങ്ങൾ ലഭിക്കുക. അങ്ങനെ ഒരുപാട് നന്മകൾ, പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ടൊരു ഭൂമി ഉണ്ട്, അത് വിൽക്കണം. അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് കടബാധ്യതകളൊക്കെ തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആ ഒരു ഭൂമി വിൽക്കാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ സ്വന്തമായിട്ടൊരു ഗൃഹം നിർമ്മിക്കണം, ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള കാലം, യോഗമൊക്കെ ലഭിക്കുന്ന സമയമാണ്. ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി, ഇപ്പോൾ നടക്കുന്ന ദശാകാലം തന്നെയാണോ 2025 നിങ്ങൾക്ക് നടക്കുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശ ആരംഭിക്കുന്ന സമയമാണോ, അതുപോലെ നിങ്ങളുടെ ജാതകത്തിൽ ശുഭഗ്രഹമാണോ പാപഗ്രഹമാണോ ദശ നടത്തുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നോക്കി മുന്നോട്ട് പോയാൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ വളരെ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സമയം. സ്വന്തം ജനന ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വരുന്ന മഹാശനിമാറ്റം സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യകാലമാണ്, സമയമാണ് മുന്നോട്ട് വരാൻ പോകുന്നത്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ അർദ്ധാഷ്ടമ ശനി നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ദോഷമുള്ള സമയമാണ്. മാനസികമായിട്ട് സ്വസ്ഥത, സുഖം, സമാധാനക്കുറവ് ഒക്കെ വന്നു ചേരുന്ന ഒരു കാലത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും തടസ്സം, ബുദ്ധിമുട്ടുകൾ, മനസ്സിൽ ഏത് കാര്യങ്ങൾ ആഗ്രഹിച്ചാലും അതിനൊക്കെ വിപരീതമായിട്ട് പല കാര്യങ്ങൾ നടക്കുന്ന സമയം. പലരെയും സംബന്ധിച്ച് മാനസികമായിട്ട് ഒരുപാട് നിരാശ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. മുന്നോട്ടുള്ള ജീവിതം, ഭാവിയെപ്പറ്റിയൊക്കെ ആലോചിച്ച് ഉത്കണ്ഠ, അകാരണമായ ഭയം, ഒരു ആത്മവിശ്വാസക്കുറവ്, ധൈര്യക്കുറവ് ഒക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയത്തിൽ കൂടെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്നത് എന്ന് തന്നെ പറയാം. ഈ ഒരു സമയം, ഈ ഒരു കാലം പലരെയും സംബന്ധിച്ച് മാനസികമായും ശാരീരികമായും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് വൃശ്ചികം രാശിക്കാർ ഈ അർദ്ധാഷ്ടമ ശനി സമയത്ത് അനുഭവിക്കുന്നത്. പലരെയും സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അപ്രതീക്ഷിതമായി അനുഭവത്തിൽ വന്നിട്ടുണ്ട്. മനസ്സിനും ശരീരത്തിനും തന്നെ അത്രമേലൊരു സുഖമോ സന്തോഷമോ ലഭിക്കാത്ത കാലമെന്ന് പറയാം. സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ പലർക്കും അനുഭവത്തിൽ വരുന്നു. ഒരു ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ ഇറങ്ങിത്തിരിച്ചാൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ പലതും നമ്മുടെ ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നത് പോലുള്ള അനുഭവം. സ്വന്തമായൊരു ബിസിനസ്സോ ഒരു തൊഴിലൊക്കെ ചെയ്യുന്നവർക്കും പ്രതീക്ഷിച്ച ഒരു ധനവരവോ ഒരു സമ്പാദ്യമോ ഒരു സേവിങ്സോ ഒന്നും ലഭിക്കാത്ത ഒരു കാലം. അങ്ങനെ പൊതുവെ
പലതരത്തിൽ ബുദ്ധിമുട്ട്, ചിലരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബ ജീവിതത്തിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ, അതുപോലെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ അതിൽ തടസ്സങ്ങൾ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് വൃശ്ചികം രാശിക്കാർക്ക്. ഇപ്പോൾ ജൂൺ 29 മുതൽ നവംബർ 15 വരെ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ആ അർദ്ധാഷ്ടമ ശനി ദോഷത്തിന് ഒരുപാട് കുറവുകൾ, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് 2025 മാർച്ച് മാസം മുതൽ പൂർണ്ണമായും ആ ശനിമാറ്റം നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും നല്ല ഗുണഫലങ്ങളാണ്. അതിനാൽ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അതൊന്നും സ്ഥായിയായിട്ടുള്ളതല്ല, സ്ഥിരമായിട്ടുള്ളതല്ല. അതിനൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ അനുഭവപ്പെടുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ശനി 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ 5-ാം ഭാവം പൂർവ്വ പുണ്യസ്ഥാനമാണ്. അതായത് ശനി കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക്, വ്യാഴത്തിൻ്റെ രാശിയിലേക്കാണ് മാറുന്നത്. അപ്പോൾ വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയാണ്. അതായത് ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹമാണ് വ്യാഴം വൃശ്ചികം രാശിക്കാർക്ക്. അതുപോലെ ധനകാരകനാണ് വ്യാഴം. ഇങ്ങനെയുള്ള ധനകാരകനും അതുപോലെ പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹത്തിൻ്റെ രാശിയിലേക്ക് ശനി മാറുമ്പോൾ 5-ാം ഭാവത്തിൻ്റെ അധിപതിയുടെ ആ രാശിയിലേക്കാണ് ശനി എത്തുന്നത്. അത് നിങ്ങൾക്ക് 5-ാം ഭാവമായിട്ട് വരികയും ചെയ്യുന്നു. ഇവിടെയാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങളും, ബുദ്ധിമുട്ടുകളും, പ്രശ്നങ്ങളും, കഷ്ടതകളും പൂർണ്ണമായി വിട്ടുമാറും. വളരെയധികം ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമി, സ്വത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് സന്താന ഭാഗ്യമുണ്ടാകുന്ന സമയം, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പോലെ ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാവുക, അവരുടെ മംഗല്യം, വിവാഹം നടക്കുന്ന സമയം, അതുപോലെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ സന്താനങ്ങൾക്ക്, കുട്ടികൾക്ക് നേട്ടങ്ങൾ ലഭിച്ച് നിങ്ങൾക്കൊരു മനസ്സമാധാനം, സുഖം, സന്തോഷം ലഭിക്കും. അവരവരുടെ സന്താനങ്ങളാൽ, കുട്ടികളാൽ നിങ്ങൾക്കൊരുപാട് ഭാഗ്യങ്ങൾ, ഗുണാനുഭവങ്ങൾ വന്നു ചേരും. പ്രധാനമായും എടുത്തു പറയേണ്ട ധനപരമായിട്ടുള്ളൊരു മുന്നേറ്റം തന്നെയാണ് വൃശ്ചികം രാശിക്കാർക്ക്. സാമ്പത്തികപരമായിട്ട് എല്ലാ പ്രതിസന്ധികളും, പ്രശ്നങ്ങളും വിട്ടുമാറും. ധനപരമായിട്ട്, ആ സാമ്പത്തികപരമായിട്ട് ഒരുപാട് ഉന്നതിയിലെത്തുന്ന സമയം, അത് ചെയ്യുന്ന ജോലി, കർമ്മത്തിൽ കൂടെയൊക്കെ നിങ്ങൾക്ക് വളരെ നല്ല മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. അതുപോലെ ഇത്രയും നാൾ നിങ്ങളുടെ കുടുംബത്തിൽ ഇല്ലാതിരുന്നൊരു സമാധാനം, സന്തോഷം, സുഖം, കുടുംബത്തിലേക്ക് ഒരു സന്തോഷം, സുഖം, സമാധാനം വന്നു ചേരും. നിങ്ങളുടെ വാക്കിന് തന്നെ ഒരു നിലയും വിലയും ഒക്കെ ലഭിക്കുന്ന സമയമാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാലങ്ങളെ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും സാധിക്കുന്ന സമയം എന്ന് തന്നെ പറയാം. അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ട്, സഹോദരങ്ങളുമായിട്ട് ഒക്കെ നിലനിന്നിരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറും. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ. വൃശ്ചികം രാശിയിൽപ്പെട്ട പലരും പലതരത്തിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. അങ്ങനെയുള്ള നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ സുഖം, സന്തോഷം, തൃപ്തി ലഭിക്കും. സമാധാനമായി മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറും. അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയം. പൊതുവെ ശനി പൂർവ്വപുണ്യസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു. അതും നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയായ വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിലേക്ക്. ഇവിടെയാണ് വൃശ്ചികം രാശിക്കാർക്ക് ഇത്രയും അധികം നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ, ഭാഗ്യങ്ങളൊക്കെ ലഭിക്കുന്ന. പലരെയും സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളെ ആഗ്രഹിച്ചിരുന്ന നല്ല ജോലി ലഭിക്കുക, സ്വന്തമായി പുതിയ ബിസിനസ് ആരംഭിക്കുക, തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുക, ഇതിനൊക്കെ യോഗമുള്ള സമയമാണ്. ഈ ഒരു സമയം വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം നോക്കണം. ഈ സമയത്ത് നടക്കുന്ന ദശ തന്നെയാണോ മുന്നോട്ട് 2025 മുതൽ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ ദശയാണോ, നിങ്ങൾക്ക് ശുഭദശയാണോ പാപദശയാണോ, ജാതകത്തിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അറിയണം. അങ്ങനെ എന്തെങ്കിലും ജാതകവശാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയത്തൊരു പരിഹാരങ്ങളൊക്കെ ചെയ്തു പോയാൽ മുന്നോട്ടുള്ള സമയം വളരെ വലിയ ഗുണകരമായ, അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾ വൃശ്ചികം രാശിക്കാരുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അനുഭവപ്പെടും. പ്രധാനമായിട്ടും വൃശ്ചികം രാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും സ്വന്തമായി ഭൂമി വാങ്ങുക, ഗൃഹനിർമ്മാണത്തിനുള്ള സമയം, ഗൃഹപ്രവേശം നടത്താൻ വരെ യോഗമുള്ള ഏറ്റവും നല്ല കാലഘട്ടമാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും വിട്ടുമാറുന്ന സമയവും. ഈ കാലം സ്വന്തം ജനന ജാതകം കൂടി നോക്കി മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വരുന്ന മഹാശനിമാറ്റം സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ഈ ഒരു 2025 മാർച്ച് മാസം ശനിമാറ്റം നടക്കുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും അധികം ഭാഗ്യങ്ങൾ, നന്മകൾ, എല്ലാവിധ കഷ്ടനഷ്ടങ്ങൾ, ദുഃഖ ദുരിതങ്ങളിൽ നിന്നും മോചിതരാകുന്ന രാശിക്കാരാണ് മകരം രാശിക്കാർ. മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടകാലത്തിൻ്റെ ഒരു യുഗം കഴിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം.
കഴിഞ്ഞ ഒരു 8 വർഷം 10 വർഷത്തോളമൊക്കെ ആയിട്ട് ഈ ഒരു മകരം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഇനി ഒന്നും അനുഭവിക്കാൻ ബാക്കിയില്ല എന്ന അവസ്ഥയിലാണ് പലരുടെയും ജീവിതം. ഈ ഒരു 7.5 ശനി ഈ ഒരു കാലഘട്ടം തന്നെ അവരെ സംബന്ധിച്ച് വളരെ വേദനാജനകമായ ഒരു കാലഘട്ടമാണ്. പലർക്കും ജീവിതത്തിൽ ഏറ്റവും ഒരു നല്ല നിലയിൽ ജീവിച്ച പലരും ജീവിതത്തിൻ്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് പരമമായ സത്യം. പലർക്കും പലതും നഷ്ടപ്പെട്ടു. ഈ ഒരു 7.5 ശനി കാലത്ത് നമുക്ക് വേണ്ടപ്പെട്ടവർ എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് കരുതിയിരുന്ന അത്രയും വേണ്ടപ്പെട്ട ഉറ്റവർ ഉടയവരൊക്കെ പലർക്കും അവരെയൊക്കെ വിട്ടു പിരിഞ്ഞു പോയ ഒരു സാഹചര്യം അനുഭവത്തിൽ വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട പലരെയും സംബന്ധിച്ച് അവർക്ക് അവരുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു താൽക്കാലികമായിട്ടുള്ള നമ്മുടെ ഈ ഒരു മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള ചില വേർപിരിവുകൾ ദാമ്പത്യ കുടുംബജീവിതത്തിലൊക്കെ സംഭവിച്ചവർ ധാരാളമാണ്. ചിലരെ സംബന്ധിച്ച് നമുക്ക് വേണ്ടപ്പെട്ടവർ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നമ്മളെ വിട്ടകന്ന സ്ഥിതിയും മകരം രാശിയിൽപ്പെട്ട പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. എല്ലാവിധ കഷ്ടനഷ്ടങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ചു കാണും. അപമാനങ്ങൾ, ചതിവ്, മറ്റുള്ളവരുടെ കബളിപ്പിക്കപ്പെടലിന് പാത്രമാവുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് മകരം രാശിക്കാർ അനുഭവിച്ചിട്ടുള്ളത്. സാമ്പത്തികപരമായിട്ട് വളരെയധികം കടബാധ്യതകൾ, പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, ലഭിക്കുന്ന പണത്തിൻ്റെ 10 മടങ്ങിരട്ടി ചിലവ് വരിക, രോഗദുരിതങ്ങൾ. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏറ്റവും അധികം രോഗദുരിതങ്ങൾ, ആശുപത്രിവാസങ്ങൾ, സർജറികൾ, ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോയവരും ധാരാളമാണ്. നമ്മളേറെ വിശ്വസിച്ചിരുന്ന നമുക്ക് വേണ്ടപ്പെട്ടവർ എന്ന് കരുതിയിരുന്നവർ പോലും നമ്മളെ കൈവിട്ട ഒരവസ്ഥ. അതുപോലെ പണമിടപാടുകൾ, നമ്മളൊരു പണം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സഹായിച്ചവർ തന്നെ നമുക്ക് നേരെ ശത്രുക്കളായിട്ട് മാറുക, കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മ മേഖലയിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, കുറേ കാലം ജോലി ഇല്ലാതിരിക്കേണ്ട അവസ്ഥ, ഒന്നിൽ കൂടുതൽ തൊഴിലുകൾ മാറി മാറി ചെയ്യേണ്ട വരുന്ന ഒരവസ്ഥയൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ നടന്നിരുന്ന ബിസിനസ്, മറ്റു കാര്യങ്ങളൊക്കെ വളരെയധികം പരാജയപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നവരും അതുമൂലം ഒരു ബാധ്യത, ബാങ്ക് ലോണൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരും നിരവധിയാണ്. ഈ ഒരു 7.5 ശനിയിൽ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, വിവാഹമോചിതരായവർ, വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തിയവർ, അങ്ങനെയുള്ളവരും ധാരാളമാണ്. അതുപോലെ തന്നെ നമ്മളൊരു വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ഇറങ്ങി തിരിച്ചാൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളാണ് മകരം രാശിയിൽപ്പെട്ട പല വ്യക്തികളും പല തരത്തിൽ അനുഭവിച്ചിട്ടുള്ളത്. നമുക്കത് ഒരൊറ്റ വീഡിയോയിലൊന്നും പറഞ്ഞാൽ തീരില്ല. ഈ കഴിഞ്ഞ ഒരു 8 വർഷക്കാലത്തോളമൊക്കെ ആയിട്ട് മകരം രാശിക്കാർ അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ അനുഭവിച്ചു വരുന്നത്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളിൽ നിന്നുള്ളൊരു മോചനമാണ് വരുന്ന മഹാശനിമാറ്റം നൽകുന്നത്. 7.5 ശനി നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിട്ടുമാറും. ഇപ്പോൾ 7.5 ശനിയുടെ അവസാന ഘട്ടമായ പാദശനിയിൽ കൂടെ സഞ്ചരിക്കാൻ നിങ്ങൾക്ക് ജൂൺ 29 മുതൽ നവംബർ 15 വരെ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ആ ശനിദോഷത്തിന് ഒരുപാട് കുറവ് അനുഭവത്തിൽ വരും. പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റം 2025 മാർച്ച് മാസം ശനി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും 7.5 ശനി ദോഷം വിട്ടുമാറി 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം ആരംഭിക്കും. 3-ാം ഭാവം എന്ന് പറയുന്നത് മുന്നേറ്റ കാലഘട്ടമാണ്. ജീവിതത്തിൽ ഏറ്റവും മുന്നേറ്റം ലഭിക്കുന്ന സമയം. മനസ്സിന് തന്നെ ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം, ധൈര്യം ലഭിക്കും. ജീവിതത്തിൽ ഈ കഴിഞ്ഞ 7.5 വർഷം കൊണ്ട് ശനി നിങ്ങൾക്ക് നൽകിയ ദുഃഖ ദുരിതങ്ങൾ, രോഗദുരിതങ്ങൾ, കടബാധ്യതകൾ, അപകടങ്ങൾ എന്ന് വേണ്ട എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല നിലയിലേക്ക് ശനി തന്നെ എത്തിക്കുന്ന സമയമാണ്. അത്ര വലിയ മുന്നേറ്റം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടത്താൻ പറ്റുന്ന സമയം. നിങ്ങൾക്ക് ഒരു പൂർണ്ണ സന്തോഷം, സമാധാനം, സുഖം കിട്ടും. നല്ലൊരു ആത്മവിശ്വാസം, ധൈര്യം ലഭിക്കും. അവരവരുടെ കർമ്മ മേഖല, ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ കർമ്മ മേഖലയിലൊക്കെ വളരെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും മുകളിൽ എത്തുന്ന ഒരു സമയം. സ്വന്തമായി ഒരു പുതിയ ജോലി ലഭിക്കുക, പുതിയ ബിസിനസ് ആരംഭിക്കുക, ബിസിനസ്സിൽ കൂടെ നല്ലൊരു ധനവരുമാനം ലഭിക്കുക, ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ എല്ലാം നിങ്ങളെ വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം, സുഖം ലഭിക്കുക, ഭൂമി സംബന്ധമായ, സ്വത്ത് സംബന്ധമായുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറുക, സ്വന്തമായി ഭൂമി വാങ്ങുക, ഗൃഹം നിർമ്മിക്കുക, ഇങ്ങനെയുള്ള യോഗങ്ങൾ, ആരോഗ്യത്തിലൊക്കെ വലിയ പുരോഗതി, ഏറ്റവും നല്ലൊരു സമയം, നല്ല കാലഘട്ടമാണ്. ദാമ്പത്യ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളും വിട്ടുമാറുക, ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം, സമാധാനം, സുഖം അനുഭവത്തിൽ വരിക, വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറുക, നല്ല അനുയോജ്യമായ മംഗളകരമായ ബന്ധം വന്നു ചേരുക, ലഭിക്കാനുള്ള പണം ലഭിക്കുക. അതുപോലെ തന്നെ പ്രധാനമായിട്ടുമുള്ള നിങ്ങളെ സംബന്ധിച്ച്
നിങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകളുമൊക്കെ വിട്ടുമാറത്തക്ക തരത്തിൽ ജീവിതത്തിലൊരു വലിയ മാറ്റം ഉണ്ടാവുക. അതായത് കഴിഞ്ഞ 7.5-8 വർഷക്കാലത്തോളം ഈ ശനി നൽകിയ എല്ലാ ദോഷഫലങ്ങൾക്കും ശനീശ്വരൻ തന്നെ നിങ്ങൾക്ക് ഗുണഫലങ്ങൾ നൽകുന്ന സമയം. ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ കാലഘട്ടം കടന്നു വന്നവരാണ് നിങ്ങൾ. ജീവിതത്തിൻ്റെ സത്യവും മിഥ്യവുമൊക്കെ നല്ലതുപോലെ തിരിച്ചറിഞ്ഞു കാണും. ആരാണ് നമുക്ക് വേണ്ടപ്പെട്ടവർ, ആരാണ് നമ്മുടെ കൂടെയുള്ളവർ, നമ്മളെ സ്നേഹിക്കുന്നവർ ആരാണ്, നമ്മളെ ചതിക്കുന്നവർ ആരാണ്, എങ്ങനെയുള്ള ബന്ധമാണ് ജീവിതത്തിൽ നമുക്ക് ഉതകുന്നത് എന്ന് വേണ്ട. മകരം രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഇനി പഠിക്കാനൊന്നുമില്ല എന്ന് തന്നെ പറയാം. എല്ലാ ബന്ധങ്ങളെയും എല്ലാ കാര്യങ്ങളെയും പറ്റിയും വളരെ വിശദമായി 7.5 ശനി കാലത്ത് അത്രമേൽ അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വീഡിയോയിലൊന്നും പറഞ്ഞാൽ തീരുന്നതല്ല. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മകരം രാശിക്കാർ അനുഭവിച്ച ബുദ്ധിമുട്ട്, ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രജാതകർ, പലർക്കും സ്വന്തം ഭവനം, കിടപ്പാടം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയുണ്ട്. അതുപോലെ ജപ്തിയുടെ വക്കിലെത്തിയവരുണ്ട്. സാമ്പത്തികപരമായിട്ട് പല തരത്തിൽ ഒരു നല്ല ബിസിനസ്സൊക്കെ നടത്തി അവസാനം ഒന്നുമില്ലാതെ വന്ന അവസ്ഥയിലൊക്കെ പലരും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം, നല്ല കാലമാണ് ആരംഭിക്കാൻ പോകുന്നത്. ഈ ശനിദോഷം വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും എല്ലാ ഗുണാനുഭവങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും, യാതൊരു സംശയവുമില്ല. ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ നോക്കി, ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങൾ ശുഭഗ്രഹത്തിൻ്റെ ദശയാണോ പാപഗ്രഹത്തിൻ്റെ ദശയാണോ, ജാതകവശാൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നോക്കി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം കൂടെ ചെയ്തു പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ധനവരവും ഒക്കെ ലഭിക്കുന്ന സമയമാണ് ശനി നിങ്ങൾക്ക് നൽകുന്നത്. ഈ ഒരു സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. 2025 മാർച്ച് 29 മുതൽ തുടങ്ങുന്ന ആ മഹാശനിമാറ്റം നിങ്ങളുടെ 7.5 ശനി ദോഷത്തെ പൂർണ്ണമായും വിട്ടുമാറ്റി എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളുമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിക്കാരായ നിങ്ങൾക്ക് ശനിമാറ്റം സർവൈശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.